പരാതിയിൽ പോലീസ് നടപടികൾ വൈകുകയാണ് എന്നാണ് ഇതേക്കുറിച്ച് നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസ് പ്രതികരിച്ചിരിക്കുന്നത്. അന്വേഷണം വൈകുന്നതിൽ ചലച്ചിത്ര സംഘടനയായ FFKക്ക് പങ്കുണ്ട് എന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിർമ്മാതാവ് സാന്ദ്ര തോമസും പിതാവും നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം? പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾ എന്തൊക്കെയാണ്? ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് വന്ന് എൻ്റെ ഫോൺ പരിശോധിക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഫോണല്ലോ ആദ്യം പരിശോധിക്കേണ്ടത്, ആദ്യം അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, അല്ല അവരുടെ ഫോൺ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരക്കായി പോയി, അതുകൊണ്ട് സമയം കിട്ടിയില്ല അന്വേഷിക്കാൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പേരിൽ 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തത്. 50 ലക്ഷം രൂപ മാനനഷ്ട കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണം. ഇത് കെട്ടിവെച്ചിരിക്കുന്നത് ആരാണ്? FFK ആണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ FFKയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിനകത്താണ് ഈ ചർച്ചകളെല്ലാം നടന്നത്. അപ്പോൾ അവരതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. FFKയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എല്ലാ മേഖലകളിലും സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഉണ്ട്. അപ്പം അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിപ്പോൾ ഞാനിപ്പോൾ DGPക്കും വിജിലൻസിനും ഒക്കെ പരാതി കൊടുക്കുന്നുണ്ട്, ഇവരുടെ എല്ലാം ഫോൺ കോളുകൾ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട്. കാര്യം ഇത്രയും നാളായിട്ട് ഇതിനകത്ത് ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസും അതോടൊപ്പം തന്നെ പിതാവും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വധഭീഷണി മാസങ്ങൾക്ക് മുൻപേ ഉണ്ടായി, അത്തരത്തിലൊരു കോൾ ഉണ്ടായി. അതിനുശേഷം ഒരു തുടർ നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായി കമ്മീഷണറിലേക്ക് അടക്കം ഈ ഒരു പരാതി സൂചിപ്പിച്ചിരുന്നെങ്കിലും ഉന്നത തലത്തിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഇപ്പോൾ ഈ ഒരു FFK വാട്സപ്പ് ഗ്രൂപ്പിലും ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പരാമർശം തന്നെ അല്ലെങ്കിൽ ഒരു വോയിസ് സന്ദേശം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.